ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് ബോളിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റാണിത്. എങ്ങനെയാണെന്ന് നോക്കാം. 1 കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് ഇടാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. മാവ് തയ്യാറാക്കുന്നതിന് വേണ്ടി 1 കപ്പ് മൈദ എടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ഉപ്പിടാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇത് ബോളിക്ക് നല്ല മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. കയ്യെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ 1 സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. മാവ് നല്ലതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു വെക്കുന്നത് മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയാണ്. ഇത് 1 മണിക്കൂർ അടച്ച് ഇങ്ങനെ തന്നെ വെക്കാം. കുതിർക്കാൻ വെച്ച കടലപ്പരിപ്പാണിത്. ഇത് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വേവിച്ചെടുക്കാം. കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഇത് മുഴുവനെ കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്. 2 വിസിലടിച്ച് വേവിച്ചെടുത്താൽ മതി. കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം വെന്ത് കിട്ടാൻ. ഒരെണ്ണം എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കണം. ഇതാണ് കറക്റ്റ് വേവ്. ഇതിലെ വെള്ളം പോകാൻ വേണ്ടി ഇതൊരു കണ്ണോപ്പയ്ക്കകത്തേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് നമുക്ക് നോക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മുടെ മാവ് കിട്ടാൻ. മാവിൽ ഒഴിച്ചിട്ടിരുന്ന അധികമുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു മാറ്റാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കടലപ്പരിപ്പ് അരച്ചെടുക്കാം. ഇതിൽ ഒട്ടും വെള്ളം കാണാൻ പാടില്ല. നല്ലതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ഇത് ലൂസായിട്ട് പോകും. അങ്ങനെ ആകാൻ പാടില്ല. ഒട്ടും വെള്ളം കാണാത്ത രീതിയിൽ അരച്ചെടുക്കണം. അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് അരച്ചെടുക്കാം. എല്ലാം അരച്ചെടുത്ത് കഴിഞ്ഞ് ഇത് അടുപ്പത്ത് വയ്ക്കാം. ഇത് ചെറിയ തീയിലേ ഇടാൻ പാടുള്ളൂ. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ ഇളക്കാം. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. പഞ്ചസാരക്കകത്തിട്ട് പൊടിച്ച ഏലക്കയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ടു വരണം. ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കാൻ വെക്കാം. നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഉരുളകളാക്കാം. ഇത് നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകളാണ് ഞാൻ എടുക്കുന്നത്.
ഇതുപോലെ ബാക്കിയെല്ലാം ഉരുളകളാക്കി വെക്കാം. എല്ലാ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് 13 ബോൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ വേണം നമ്മുടെ മാവ് കിട്ടാൻ, എന്നാലേ നമ്മുടെ ബോളി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കാം. കയ്യിൽ ഇതുപോലെ വെച്ച് നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. പരത്തിയതിന് ശേഷം ആ ബോൾ എടുത്ത് നടുഭാഗത്ത് ഇങ്ങനെ വെച്ച് അത് ഫുള്ള് കവർ ചെയ്യാം. കുറച്ച് മാവേ എടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഒന്നുകൂടെ കാണിക്കാം. കയ്യിൽ വെച്ച് ഇതുപോലെ പരത്താം. കൈ ഒട്ടുന്നുണ്ടെങ്കിൽ എണ്ണയിൽ തടവിന് ശേഷം ഇതുപോലെ ആക്കാം. അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന ബോള് ഇതുപോലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അധികമുള്ള മാവ് വരുന്നുണ്ടെങ്കിൽ അതെടുത്ത് കളയാം. ബോൾസ് എല്ലാം കവർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ അരിപ്പൊടി വിതറി വേണം പരത്താൻ. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതിനുശേഷം ഓരോ ബോളുകളായി വെച്ച് പതുക്കെ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം. അതിനുശേഷം പതുക്കെ പരത്തി കൊടുക്കണം. പതുക്കെ പരത്താവുള്ളൂ, സ്പീഡിൽ പരത്താൻ പാടില്ല. ശ്രദ്ധിച്ച് പരത്തണം, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി വിതറി കൊടുത്താൽ മതി. അധികം കട്ടി പാടില്ല. നല്ലതുപോലെ പതുക്കെ പതുക്കെ വേണം പരത്തി കൊടുക്കാൻ. പതുക്കെ എടുക്കാം, പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ചെടുക്കണം. അതിനുശേഷം ഇത് ചുട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടേ ചുട്ടെടുക്കാൻ പാടുള്ളൂ. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് കൂടി തടകി കൊടുക്കാം. ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇതിനി തിരിച്ചിടാം. ശ്രദ്ധിച്ച് പതുക്കെ തിരിച്ചിടണം. ഇതിന്റെ മുകളിൽ വീണ്ടും നെയ്യ് തടകി കൊടുക്കാം. ഇതുപോലെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. പതുക്കെ ശ്രദ്ധിച്ച് വേണം ചുട്ടെടുക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് അകത്തുനിന്നെല്ലാം പൊട്ടിപ്പോകും. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് നമ്മുടെ കടലപ്പരിപ്പാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്ന രീതിക്കുള്ള ഒരു ബോളിയാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. പാൽപ്പായസമാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, അവർക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.